ആദിലയുടെ മിഡ് വീക്ക് എവിക്ഷൻ്റെ ഫ്രാങ്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇട്ടിരുന്ന് സംസാരിക്കുക. നൂറ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അനിമോളോട്. എന്നാലും അനിമോള് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് വേണം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോയി കരയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഈ ഷാനവാസൊക്കെ നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ പറയാത്ത. അവരെ 6 പേർക്കേ അറിയാവോളായിരുന്നു. പുള്ളിക്കറിയാം ഞങ്ങളോട് പറഞ്ഞാൽ നിന്നോട് പറയുമെന്ന്. നീ എന്നോട് ഞങ്ങളെല്ലാം പറയുന്നത് പുള്ളിക്കറിയാം. ഷാനവാസ് പറയുന്നത് എന്നാലും എൻ്റെ ബിഗ് ബോസേ എനിക്ക് ആകെ ടെൻഷനാവും. അപ്പോഴത്തേക്ക് ഷാനവാസ് അനീഷിനെ കാണുന്നു. അയ്യോ ദാ അനീഷ് വരുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അനീഷിനെ പേടിച്ച് ഷാനവാസ് പുറത്തോട്ട് ഇറങ്ങുവാണ്. അനീഷിനോട് ഷാനവാസ് പറഞ്ഞില്ല. അനീഷ് ഷാനവാസിനോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഷാനവാസിന് പേടി അനീഷിൻ്റെ മുമ്പിലോട്ട് ചെല്ലാണ്. അനീഷ് നടന്നു വരുമ്പോൾ നൂറ പറയുന്നത് ചേട്ടാ സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നോ പ്രോബ്ലം, എനിക്ക് അതിനകത്തൊരു പ്രശ്നമില്ല ചേട്ടാ, സത്യമാണ് ചേട്ടാ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ചേട്ടാ എന്ന് ആദിലയും പറയുന്നത്. അനീഷ് പറയുന്നത് എനിക്ക് പിണക്കമൊന്നുമില്ല. എന്ത് പിണക്കം? അങ്ങനൊന്നുമില്ല. അനുമോട് ചോദിക്കുന്നത് അനീഷ് ചേട്ടാ ഓക്കെ ആയോ? നോ പ്രോബ്ലം എന്ന് പറയും. നൂറ പറയാ സത്യമായിട്ടും അനീഷ് ചേട്ടാ, ദൈവം സത്യം, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അനീഷ് ചേട്ടാ. ഇതൊക്കെ എന്ത് മാറ്ററാ? അനീഷിന് സത്യത്തിൽ അനീഷിനോട് ഇത് മറച്ചു വെച്ചാൽ അനീഷിന് ഷാനവാസിനോട് ഭയങ്കര ഒരു ഇതുണ്ട്. അനീഷിനത് ചോദിച്ച് ക്ലിയർ ചെയ്യണം. അക്ബർ പറയുന്നു ഒരു വൈഫ് ഹസ്ബൻഡിനെ വിളിക്കുന്ന കണക്ക് അനീഷ് ചേട്ടൻ വിളിക്കുന്നു. എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം ഷാനവാസ്, നിങ്ങൾ ബെഡ്റൂമിലോട്ടൊന്ന് വാന്ന്. അത് തന്നെ നിവിനും വന്ന് പറയുന്നു ഷാനവാസിനോട്. എല്ലാവരും ഷാനവാസിനെ നിർബന്ധിക്കുന്നു. ചെല്ല്, നിങ്ങൾ പോകാതിരിക്കുന്ന മോശമാണ്. ലക്ഷ്മി പറയുന്നത് ചെല്ല്, നിങ്ങൾ പോയി സംസാരിക്കുന്നു പറയുന്നു. ഷാനവാസ് പറഞ്ഞ് ഞാൻ ആദ്യം ഒന്ന് റെഡി ആവട്ടെ, ഞാൻ മാനസികമായിട്ടൊന്ന് പൊരുത്തപ്പെടട്ടെ. ഷാനവാസ് പറയുന്നത് ബിഗ് ബോസ് എന്നോടിത് വേണ്ടായിരുന്നു. സത്യത്തിൽ ഷാനവാസിന് ഈ ഗെയിമൊന്നും കണ്ടിട്ട് വന്ന ഒരാളല്ല. ഷാനവാസ് ശരിക്കും അത് റിയൽ ആയിട്ടാണ് ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത്. ഷാനവാസിനോട് ഇത് ബിഗ് ബോസ് എല്ലാവരോടും പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഷാനവാസ് അത് എന്തുവോ ഏതാണെന്ന് അറിയാതെ ഇരിക്കുകയാണ്. ആരും ഇവർ കേൾക്കാതെ പറയണമെന്നേ ഉള്ളായിരുന്നു. എന്നിട്ട് ഷാനവാസ് അതൊന്നും പറഞ്ഞതുമില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഷാനവാസ് അക്ബറിനോട് മാത്രമേ പറയുന്നുള്ളൂ ഇത് വെറുതെ ഉള്ള ഒരു എവിക്ഷനാണെന്ന്. ബാക്കി 4 പേരോട് ഷാനവാസ് പറഞ്ഞേക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞ 6 പേര് വോട്ട് ചെയ്ത് മിഡ് വീക്ക് എവിക്ഷനിൽ ആദിലെ പുറത്താക്കണമെന്ന്. അങ്ങനെയാണ് ഇവരൊക്കെ ആദിലയുടെ പേര് പറയുന്നത്. പക്ഷേ ആദിലയുടെ പേര് പറയാത്തവർക്ക് ഇത് റിയലായിട്ട് നടക്കും. അവർക്ക് ഇഷ്ടമുള്ളവരുടെ പേര് പറയാം. അതിലുള്ളതാണ് അനീഷും അനുമോളും നൂറയും ആദിലയും ഒക്കെ. നിവിൻ വന്നിട്ട് ഷാനവാസിനോട് പറഞ്ഞു ഷാനവാസിക്ക നിങ്ങൾ ചെല്ല്, നിങ്ങളുടെ വൈഫ് അവിടെ നോക്കിയിരിക്കുന്ന കണ്ടില്ലേ, ചെല്ലെന്ന് പറഞ്ഞ് വീണ്ടും എല്ലാവരും നിർബന്ധിക്കുന്നു. ലക്ഷ്മി പറയുന്നത് ചെല്ല്, ഞാൻ ഈ ഗ്ലാസിൻ്റെ അടുത്ത് മാറിയിരിക്കാം, എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു. എല്ലാവരും നിവിൻ പറയുന്നത് കേട്ടിട്ട് ചിരിക്കുകയാണ്. അല്ല അനീഷ് അങ്ങനെയാണ് പറഞ്ഞത്, എല്ലാവർക്കും അറിയാം അനീഷ് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും പറയുന്നത് നിർബന്ധിക്കുകയാണ് ഇരുന്നത്, നിങ്ങൾ ചെല്ലാതിരിക്കല്ലേ. ആദില പറയാം ഞാൻ ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ആ പാവയുടെ കാര്യം മനസ്സിൽ നിന്ന് കളയണ, ദേഷ്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞെന്ന് ആദില പറയുന്നു. ആദില പറയാം എനിക്ക് കുറച്ച് സമയം കിട്ടി, ഞാൻ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ എന്നെ എവിക്റ്റ് ആക്കിയിട്ടും എനിക്ക് വീണ്ടും കുറേ സമയം തരുവാണ്. അപ്പം ആദിലയോട് ആര്യം ചോദിക്കുക നീ ഇതിനാണ് എൻ്റെ പേര് പറഞ്ഞത്, അത് നീ എന്നെ പറഞ്ഞിട്ടാ, നീ എൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, പെട്ടെന്ന് ഞാൻ ആകെ ഐസായിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ പേര് പറഞ്ഞത്, കേട്ടപ്പോൾ നീ എൻ്റെ പേര് പറയുകയും ചെയ്തു, അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്. ആരുടെ പേര് പറയുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു പെട്ടെന്ന് എന്നാണ് ആദില പറയുന്നത്. ആര്യം പറയാം സത്യമായിട്ട് ഇത് ഞാൻ പ്രാങ്കാന്ന് അറിഞ്ഞില്ല, ബിഗ് ബോസ് പറഞ്ഞ നീ ഗെയിം നശിപ്പിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് 6 പേര് ചേർന്ന് ആദിലെ ഔട്ടാക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറഞ്ഞത്. ഇതേ സമയം ബെഡ്റൂമിൽ അനീഷ് കിടക്കുകയാണ്. ഷാനവാസിനെ വെയിറ്റ് ചെയ്ത് കിടന്ന് അനീഷ് ബിഗ് ബോസിനോട് സംസാരിക്കാൻ തുടങ്ങി. വിശ്വസിക്കരുത് ബിഗ് ബോസ്, ഒരാളെയും വിശ്വസിക്കരുത്, ഇവിടെ അവരെല്ലാം ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, ഞാനാണ് മണ്ടൻ, അവരെല്ലാം ഗെയിം കളിച്ച് മുന്നേറുന്നു, ഞാനിവിടെ ജീവിക്കാൻ വന്നു, എനിക്ക് പറ്റിയ തെറ്റതാണ് ബിഗ് ബോസ്, ഞാൻ ജീവിക്കാൻ വന്നു, ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നതെന്ന് മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോകണമായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനൊന്നും ഇവിടെ യാതൊരു സ്ഥാനമില്ല, അത് വെറും കെട്ടുകാഴ്ചകൾ മാത്രം. അനീഷ് അങ്ങനെ ബിഗ് ബോസിനോട് സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.